കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. നിർമ്മല കോളേജിൽ ജ്ഞാൻ സമാവേശ് 2026 അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് ഫെബ്രുവരി 25-26 തീയതികളിൽ. സുസ്ഥിര ഭാവിക്കായി ഇന്ത്യൻ ജ്ഞാന സമ്പ്രദായങ്ങളും ആധുനിക നവീന ആശയങ്ങളും എന്ന മുഖ്യപ്രമേയത്തിലാണ് കോൺക്ലേവ് നടത്തുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, മൂവാറ്റുപുഴയിലെ റിസർച്ച് ഡെവലപ്മെന്റ് സെൽ, IQAC എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോളേജ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സഹകരണത്തോടെ ജ്ഞാൻ സമാവേശ് 2026 രണ്ടാം അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 25-26 തീയതികളിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഹൈബ്രിഡ് മോഡലിലാണ് സമ്മേളനം നടക്കുന്നത്. സുസ്ഥിര ഭാവിക്കായി ഇന്ത്യൻ ജ്ഞാന സമ്പ്രദായങ്ങളും ആധുനിക നവീന ആശയങ്ങളും എന്ന മുഖ്യപ്രമേയത്തിലാണ് കോൺക്ലേവ് നടത്തപ്പെടുന്നത്. കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഡോക്ടർ ശശി തരൂർ MP മുഖ്യാതിഥിയായും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ K. കുര്യാക്കോസ്, വൈസ് പ്രിൻസിപ്പൽ സോണി കുര്യാക്കോസ്, ഡോക്ടർ ജിജോ VJ, കോൺക്ലേവ് കൺവീനർ ജൂലിയ ഇമ്മാനുവൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ത്രൂ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ആൻഡ് മോഡേൺ ഇന്നൊവേഷൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് നടത്തുന്നത്. ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചും ആധുനിക ശാസ്ത്ര സാങ്കേതിക രീതികളെക്കുറിച്ചും സൃഷ്ടിപരമായ ഒരു സംഗമവും അതോടൊപ്പം തന്നെ സുസ്ഥിരമായ ഭാവിയെ രൂപപ്പെടുത്തുവാൻ ഇത് എങ്ങനെ സഹായകരമാകുന്നു എന്നൊരു ചർച്ചയുമാണ് പ്രധാനമായും ഈ കോൺക്ലേവിൽ ലക്ഷ്യമാക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ഗവേഷകർ, അധ്യാപകർ, വ്യവസായ പ്രമുഖരെല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. പരിസ്ഥിതി, സാമൂഹിക, സാമ്പത്തിക വെല്ലുവിളികളെ എപ്രകാരം നേരിടുവാൻ ഇന്ത്യൻ ജ്ഞാന സമ്പ്രദായം സഹായകരമാകും എന്ന ചർച്ച ഇതിനെ പ്രതി ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയുടെ സംസ്കാരത്തെ സംരക്ഷിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോളേജിൽ ത്രിവേണി പ്രജ്ഞാൻ ശാല എന്ന ഒരു റിസർച്ച് സെൻറ്റർ കൂടി ഈ കോൺക്ലേവിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മൂവാറ്റുപുഴയുടെ സംസ്കാരത്തെയും പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മളുടെ നദികളെക്കുറിച്ച്, പ്രാദേശികമായിട്ടുള്ള പൈതൃകങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്കാരം, ക്ഷേത്രകലകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കാർഷിക രീതികൾ എന്നിവയെ സംരക്ഷിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയും മൂവാറ്റുപുഴയുടെ ചരിത്രം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയവും കൂടി രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന കോൺക്ലേവിൽ പ്ലീനറി പ്രഭാഷണങ്ങൾ, വർക്ക്ഷോപ്പ് സെഷനുകൾ, ഗവേഷണ പ്രബന്ധ അവതരണങ്ങൾ, പോസ്റ്റ് കോൺഫറൻസ് ടൂർ എന്നിവ നടത്തപ്പെടും. കോൺക്ലേവിൽ ശാസ്ത്രം, പ്രായോഗിക ശാസ്ത്രം, ഭാഷാ സാഹിത്യം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പ്രഭാഷണം നടത്തും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ്, 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.